എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പലപ്പോഴും നമ്മൾ പലരുടെയും വേഷഭൂഷാദികൾ കാണുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതെല്ലാം ചെന്നെത്തുന്നതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻസും ഉണ്ടാവുന്നുണ്ടാവും. ഇതെന്തിനാ ഇയാളിപ്പോ പറയണേ? ഇത് ജ്യോതിഷത്തിലുണ്ടോ? ജ്യോതിഷി എപ്പോഴും ആളുകളെ കാണുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെ റിഫ്ലക്ഷൻ ആയിട്ട് കാണണം എന്ന് പറയണം. പ്രത്യേകിച്ചും തമിഴ് അസ്ട്രോളജിയിൽ എല്ലാവരെയും ഗ്രഹമായി കാണാനായിട്ട് പറയും. നമ്മൾ പ്രമാണങ്ങൾ പച്ചയായി പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അതിനെ വിലയിരുത്തി മനസ്സിലാക്കിയാലേ നമുക്ക് ക്ലിയർ ആയിട്ട് ബലം പറയാൻ പറ്റുള്ളൂ. ആളുകളുടെ ബലം പറയുന്നത് മാത്രമാണ് അസ്ട്രോളജി. ആളുകളുടെ ബലം പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഉൾവിളിയും, നമുക്ക് എന്തിനെങ്കിലും കാണുമ്പോഴും നമുക്ക് തന്നെത്താനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പണ്ട് ഷെർലോ ഹോംസ് പറഞ്ഞ മാതിരി, ആ കയ്യുമ്മ തയ്യുമുണ്ടല്ലോ ഇന്ന ജോലി ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ മാതിരി, എല്ലാത്തിൻ്റെയും ബാഹ്യ ചിഹ്നങ്ങൾ അവരുടെ ഡ്രസ് കോഡിലും അവരുപയോഗിക്കുന്ന സാധനങ്ങളിലും അവരുടെ ബോഡി ലാംഗ്വേജിലും നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ പഴയ കാലം മുതലേ ജ്യോതിഷന്മാരെ, പ്രത്യേകിച്ച് കണിയാന്മാർ കേരളത്തിലാണെങ്കിൽ തമിഴ് അസ്ട്രോളജേഴ്സും ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ ഉള്ള അസ്ട്രോളജി ആണെങ്കിൽ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതെന്നാ ഹോരയിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഹോരാശാസ്ത്രത്തില് ഇപ്പൊ സൂര്യന്റെ കാരകത്വം പറയുന്ന ഏത് സ്ഥലത്താണെങ്കിൽ പോലും ഇത് വ്യക്തമായിട്ട് തന്നെ പറയും, അല്ലെ? മധുപിങ്കളതി ചതുരസ്രതനും പിത്തപ്രകൃതി സവിതാൽപകച എന്ന് പറയുന്ന ശ്ലോകം നോക്കിയാലും, അതുപോലെ തന്നെ ധാതുക്കൾ പറയുകയാണെങ്കിൽ സ്നായു അസ്ഥിസ്രിക്, അപ്പൊ അസ്ഥിയെ പറ്റി പറഞ്ഞതാണെങ്കിലും, ദശയെ പറ്റി പറയുകയാണെങ്കിൽ സൂര്യാം സൗര്യാം സ്വ നഗദന്ത ചർമ്മ കനക ഖൗര്യാർദ്ധ പൂഹവേ ത്രൈഷ്ണ്യാം എന്ന് പറഞ്ഞ് പോകുന്ന ആ പാടല്, എല്ലാം ഒന്നും പാടുന്നില്ല, ഇതൊക്കെ നമുക്ക് ബോഡിയിൽ ചെയ്ത് നോക്കാനുള്ളതാണല്ലോ. ഇത്തരത്തില് ഏത് സൂര്യനെ പറ്റി ഒത്തിരി കാരകത്വങ്ങൾ പറയണേല് ഇതെല്ലാം ഒത്തു വരുന്നുണ്ടാവും. ഇയാളെന്തിനൊക്കെ പറയണേന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരാളുടെ ഡ്രസ് കോഡ് കണ്ടിട്ട് അയാളെ മനസ്സിലാക്കാൻ പറ്റും. ഒരു വിദ്വാനാണെങ്കിൽ അവന് ചില പ്രത്യേകതകൾ ഉണ്ടാവും. അവന്റെ കയ്യിലുള്ള സാധനങ്ങളും അവരുപയോഗിക്കുന്ന അപ്പാരച്ചേഴ്സും ഇതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റി ഒത്തിരി വർഷങ്ങൾ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പൊ ഞാനൊക്കെ തന്നെ പലപ്പോഴും ഇതിനെപ്പറ്റി റിസർച്ച് എന്ന് പറയണല്ല, ഇതിനെപ്പറ്റി വീക്ഷിച്ച് റിസർച്ച് മൈൻഡോടുകൂടി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരാളൊരു സാമിയാരാണെന്ന് പറയണെന്ന് വരിക, സാമി, അയാള് പോഴിച്ചാമിയാണോ റിയൽ ചാമിയാണോ എന്നറിയാനൊക്കെ ആയിട്ടും ജ്യോതിഷന്മാർക്ക് പെട്ടെന്ന് കഴിയുന്ന പറയുന്ന. എന്തുകൊണ്ടെന്നാൽ ഒരു ഗ്രഹത്തിന്റെ കാരകത്വം അവരെടുത്ത് അണിയുന്നത്, എല്ലാവരും ജ്യോതിഷം അറിയില്ലല്ലോ, അവരറിഞ്ഞു അറിയാതെ കാരകത്വം എടുത്ത് അണിയുമ്പോൾ ആ കാരകത്വത്തിൽ നിന്ന് അവരെ ആഴ്മ ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ എടുത്തുപയോഗിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ എടുത്തുപയോഗിക്കുന്ന സാധനങ്ങള്, എല്ലാ സാധനങ്ങളും എന്തൊക്കെ ആയിക്കോട്ടെ, ഈവൻ വാച്ച് പോലും നിങ്ങളുടെ കാരകത്വത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ജ്യോതിഷന്മാർ ഇത് മനസ്സിലാക്കിയ എന്നെ പോലുള്ള ആൾക്കാരുടെ കേസല്ല കേട്ടോ, ഇവിടെ ഇഷ്ടമാരി ഇരിക്കുന്നുണ്ട് ഇതേപോലുള്ള പല സാധനങ്ങളും, മൊബൈലാണെങ്കിൽ പല സാധനങ്ങളും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് അറിയാവുന്നവർ മാറ്റി മാറ്റി ഉപയോഗിക്കും പല ആവശ്യത്തിനും. ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ സന്യാസിയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണം എന്നാണ് ജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന, എന്നെയൊക്കെ ചെറുപ്പത്തിൽ ആശാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് സ്പിരിച്വാലിറ്റി, രണ്ട് സെക്സ്വാലിറ്റി. ഒന്ന് സ്പിരിച്വാലിറ്റി, ആത്മീയത, രണ്ട് സെക്സ്വാലിറ്റി, ലൈംഗികത. രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും വെവ്വേറെയുമാണ്. അപ്പോ പലപ്പോഴും
നമ്മള് ഇപ്പോ ഞാൻ ആളെ വിലയിരുത്താനായിട്ട് പല ടിപ്സും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു ചൊവ്വയുടെ കാരകത്വം എടുത്ത് അണിഞ്ഞു വരുന്ന ഒരാളെ അവൻ റിയലി അങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവന് ചൊവ്വയുടെ കാരകത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ സ്വഭാവമുണ്ട്. ധീരനായിരിക്കും, വീരനായിരിക്കും, പട്ടാളം, പോലീസ് മുതലായ തുറകളിൽ ജോലി കിട്ടാൻ സാധ്യതയോ അതിനോട് താല്പര്യമുള്ളവനായിരിക്കും. അതിനോടുകൂടി രാഹുവിന്റെ ജോയിന്റ്, ഗ്രഹച്ചേർക്കെ ക്ലോസ് കൺജൻഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ കൊട്ടേഷനോ ഗുണ്ടയാവാൻ സാധ്യതയുണ്ടെന്നും അതെല്ലാം ബോഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള ലക്ഷണം. നിമിത്തം എന്നും പറയുകയും ശകുനം എന്നും പറയും അല്ലെ. കേൾക്കുന്നത് നിമിത്തം എന്ന് ഞാൻ പറയും, കാണുന്നത് ശകുനം എന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ ഒരു അനാലിസിസിൽ തമിഴ് അസ്ട്രോളജീസ് ഇങ്ങനെ തന്നെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ കണ്ടാൽ അതിന്റെ കാരകത്വം മനസ്സിലാക്കണമെന്ന് മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്തിനാണ് ഈ പശുവിനെ കാണുന്നത്, രാവിലെ കണി കാണുന്നത്? എനർജി ലെവലിൽ അത് വേറെ ടൈപ്പിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. എനർജി ലെവലിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ മറ്റേ ചാനലിൽ പോയി നിങ്ങൾ കണ്ടാൽ മതി. വിനയൻ ഗുരുക്കൾ അമാനുഷിക ലോകം എന്ന് പറയുന്ന ചാനൽ മൊത്തം ശരകലയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കുറെ വർഷം മുമ്പ് തന്നെ ഉള്ള ചാനലാണ്. വളരെ സൂക്ഷ്മവും രഹസ്യമായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞേക്കുന്നത്. കാര്യം ഞാൻ വർഷങ്ങളായി ശരകല പഠിപ്പിക്കുമ്പോൾ ആ സ്റ്റുഡൻസിന്റെ ചില മനസ്സിലാവാനുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ചില ടിപ്സുകളും ഒക്കെ പറഞ്ഞു കൊടുക്കും, പാടലുകളൊക്കെ വെച്ചിട്ട്. അപ്പൊ ശരം തെരിഞ്ഞവനക്ക് ജ്യോതിடம் തേവയില്ല എന്ന് പറയില്ലേ. ശരം അറിയാവുന്നവർക്ക് ജ്യോതിഷം ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോ പറഞ്ഞു വന്ന വിഷയം കാരകത്വം കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം ഇവൻ ആരാണെന്ന്. അതായത് ഒരു വ്യക്തി ഇപ്പോ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുകയാണ്, പല ഉദ്ദേശങ്ങളുണ്ടാവും. ചിലപ്പോൾ പ്രോസ്പെക്റ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ ജ്യോതിഷം പകർന്ന് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഉണ്ടാവും വിചാരം. ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ ഫേമസ് ആവട്ടെ എന്ന് വിചാരം ഉണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് പഠിക്കട്ടെ എന്ന് വിചാരം ഉണ്ടാവും. പല വിചാരങ്ങളും ഉണ്ടാവും. ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും എല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും. എങ്കിൽ പലപ്പോഴും നിങ്ങൾ പല സ്പിരിച്വൽ ലീഡേഴ്സിന്റെ അടുത്തൊക്കെ, സ്വാമിമാരുടെ അടുത്തൊക്കെ പോണ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. അവരുടെ ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്വാമി ഞാൻ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോവുകയും പല കാര്യങ്ങളും മനസ്സിലാക്കുകയും പലർക്കും ശിഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരാൻ കാര്യം, ചിലർ ടിപ് ടോപ്പ് ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്, അവരൊന്നും ക്ലെയിം ചെയ്യാറില്ല. പക്ഷെ ചിലര് വളരെ ഒറിജിനൽ സ്വാമിയായിട്ട് ശ്രദ്ധിക്കാതെ, ശരീരത്തിലെ വളരെ ശ്രദ്ധിക്കാതെ ജടാധാരികളായിട്ടും മുടികളൊക്കെ അയച്ചിട്ടും ഇത്തരത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്ന ആളുകളും ഉണ്ടാകും. അവരങ്ങനെ നടക്കാൻ കാര്യം അവർക്ക് കേതുവിന്റെ ആധിക്യമുണ്ട്. കേതുവിന്റെ ആധിക്യമുള്ളവർ ജഡ ഇവിടെയുള്ള താടിയിലാണെങ്കിലും ഇതേപോലെ വളർത്തി. ശരകലയൊക്കെ എനിക്ക് പലതും പറഞ്ഞു തന്ന പല ആൾക്കാരുടെയൊക്കെ രൂപങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇത്രയും ജാടയും താടിയും മുടിയൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേതുവിന്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ കേതു ജ്ഞാനകാരകനാണ്. ജ്ഞാനകാരകത്വം എടുത്തണിയുന്നവര് ജ്ഞാനിയായിരിക്കണം. അവര് കേതുവിന്റെ കാരകത്വം കൊണ്ട് ജീവിതത്തോട് വിരക്തിയും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അതിനോട് താല്പര്യമില്ലായ്മയും, ആത്മീയമായ കാര്യങ്ങളോട് താല്പര്യവും, ജ്ഞാന കാര്യങ്ങളോട് താല്പര്യവും, ജ്ഞാനിയായിരിക്കുകയും ആത്മീയവാദിയായിരിക്കുകയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ അവര് ചിലപ്പോ കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അവര് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ഈ വിദ്യകളൊക്കെ ആളുകൾക്ക് ഒന്ന് പകർന്നു കൊടുക്കാന്നുള്ള ചില ഉദ്ദേശങ്ങളൊക്കെ ആയിരിക്കും. അനി ഡെപ്തിലേക്ക് പോയി സ്വാമികള് സിദ്ധികളൊക്കെ സിദ്ധിച്ചാൽ അവർ പുറത്തേക്ക് ഇറങ്ങി വരത്തേയില്ല. കാരണം രാഹുവിന്റെ നില, കേതുവിന്റെ നില അങ്ങേയറ്റത്ത് എത്തിയിട്ടുണ്ടാവും. രാഹു പാമ്പാടും പോലെ, രാഹു ബോഡിയിൽ എവിടെ ഇരിക്കണേന്ന് നിങ്ങൾക്ക് അറിയാലോ, കേതു എവിടെ ഇരിക്കണേന്ന് അറിയാലോ, ബോഡിയിൽ ശരം പഠിച്ചവർക്കറിയാം. ആ തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരോടെങ്കിലും സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കാതിരിക്കും. എൻ്റെ ചില ആശാന്മാരുണ്ട്, കാണാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കും.
എന്നാൽ പലപ്പോഴും പല സിദ്ധികൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരുടെ ഡ്രസ് കോഡ് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്തായിരിക്കും. അവരുടെ ഡ്രസ് കോഡ് അനുസരിച്ച് അവൾ മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്യുകയും ചിലപ്പോൾ താടിയും മുടിയൊക്കെ നല്ലോണം കോംബ് ചെയ്ത് ചീപ്പ് ചീപ്പ് ഒക്കെ വെച്ചിട്ട് നല്ലവണ്ണം കോംബ് ചെയ്ത് ഇതൊക്കെ നല്ല പിടിച്ച് കെട്ടുകയും, ഇപ്പൊ ഞാൻ തന്നെ പല വീഡിയോകളിലും ചില പ്രത്യേക വേഷത്തിൽ വന്നിട്ടുണ്ടാവും. അത് മനോഹരമായ വേഷമാണെങ്കിൽ അവിടെ ശുക്രന്റെ ആധിക്യം ഉണ്ടാവും. ശുക്രന്റെ ആധിക്യം, ബുധന്റെ ആധിക്യം, ചൊവ്വയുടെ ആധിക്യം, സൂര്യന്റെ ആധിക്യം, പലതും നമ്മൾക്ക് അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാം. അപ്പൊ ശുക്രന്റെ ആധിക്യം എന്ന് പറഞ്ഞാല് ഭംഗിയായിട്ട് അലങ്കാരികമായിട്ടിരിക്കുന്ന സ്വാമി എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ശുക്രന്റെ ആധിക്യം എവിടെയൊക്കെ വരുന്നു, അവിടെ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദനകാരകനാണ്, കാമകാരകനാണ്. കാമം എന്ന് പറഞ്ഞാൽ സെക്സ്വാലിറ്റി മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലും സ്വത്തിനോടോ മറ്റേതിനോടോ പ്രശസ്തിയോടോ, സ്വത്ത്, മണ്ണ്, പെണ്ണ്, പൊന്ന്, പ്രശസ്തി, എന്തുമാവാം. ലൗകികതയുടെ കാരകത്വം ശുക്രന് കൂടുതലുണ്ട്. കാര്യം ശുക്രാചാര്യര് അസുരഗുരു ആയിരുന്നെങ്കിലും ലൗകികതയുടെ കാരകത്വം കൂടുതൽ ശുക്രാചാര്യർക്കുണ്ട്. കാര്യം പലപ്പോഴും അസുരന്മാരെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ആളാണ്. അത് അത്തരത്തിൽ പറയുമ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കാരകത്വം എപ്പോഴും പളപളപ്പായിട്ടിരിക്കുക, മിനുക്കിയിരിക്കുക, വേഷം കണ്ടു കഴിയുമ്പോൾ തന്നെ എങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ശുക്രന്റെ കാരകത്വം എടുത്ത് അണിയുന്ന സ്വാമിമാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യണം. എന്താ കാര്യം, ആത്മീയമായിട്ട് ഇപ്പോ സ്വാമിമാര് തന്നെ വേണമെന്നില്ല, ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ജ്യോത്സികളാണെങ്കിലും ശുക്രന്റെ കാരകത്വം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം. അവർക്ക് പണം ഉണ്ടാവും. ശുക്രൻ എന്ന് പറഞ്ഞാൽ പണമാണ്. പെരുമ്പണം വ്യാഴമാണെങ്കിൽ ശുക്രൻ പണമാണ്. അപ്പോ പണത്തിനോട് താല്പര്യം ഉണ്ടാവും, പണത്തിനോട് ചേർന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവാം. പലപ്പോഴും ഒരു സാധാരണ ജീവിതം നയിക്കും. ഇപ്പൊ ജ്യോത്സ്യന്മാരാണെങ്കിൽ തെറ്റില്ല, കാരണം ജ്യോതിഷം നോക്കുന്നു, പണം അവരുടെ തൊഴിലായിട്ട് നോക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ എടുക്കാം. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് ജ്യോതിഷം മാത്രമല്ല, പരിപാടികൾ പലതുണ്ട്. ടീച്ചിങ് ഉണ്ട്, അതുപോലെ കളരി, മർമ്മം, അങ്ങനെ പല പരിപാടികളുണ്ട്. ഇതൊക്കെ ജ്യോതിഷത്തിൽ സ്വന്തം ബലം ആദ്യം നോക്കാൻ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ബലം നോക്കാൻ എളുപ്പമായിരിക്കും, ഗ്രഹങ്ങളുടെ നിപ്പൊക്കെ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെ കാരകത്വം വളരെയധികം ശ്രദ്ധിക്കണം. ശുക്രന്റെ കാരകത്വം കേതുവിന്റെ കാരകത്വം വരുന്നതിന്റെ ഇടയിൽ കണ്ടാൽ നിങ്ങൾ അപ്പൊ മനസ്സിലായിക്കൊള്ളണം, ശുക്രൻ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏമാറ്റപ്പെടും നിങ്ങൾ. അതായത് അവർക്ക് ശുക്രന്റെ ആധിക്യം ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ പളപളാന്ന് ഇത് എന്നൊക്കെ നടക്കും. എന്താണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും ശുക്രന്റെ കാരകത്വം എടുത്ത് അണിയുകയാണെങ്കിൽ ജ്യോതിഷപരമായിട്ട് അവിടെ മദനം, കാമം, ആഗ്രഹങ്ങളുടെയൊക്കെ എല്ലാം ഇത് ജ്യോതിഷപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ള കേതുവിന്റെ വിളയാട്ടം ഉണ്ടാകുമോ? കേതുവിന്റെ വിളയാട്ടം ഉള്ള സ്ഥലത്താണ് ജ്യോതിഷപ്രകാരം വരാഹമിഹിരനും പരാശരനും എല്ലാം പറഞ്ഞിരിക്കുന്നത് കേതുവാണ് യഥാർത്ഥമായ ആത്മീയമായിട്ടുള്ളത്. അപ്പൊ കേതു തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ബുധനാണെങ്കിൽ പണ്ഡിതനായിരിക്കും, വ്യാഴമായിട്ടുണ്ടെങ്കിൽ ഗുരുവായിരിക്കും വ്യാഴം. എന്നാൽ വ്യാഴം, ശുക്രനും വ്യാഴവും നേരെ ഓപ്പോസിറ്റാ. വ്യാഴത്തിന്റെ ഡ്രസ് കോഡും ഇതെല്ലാം ശുക്രൻ ഡ്രസ് കോഡായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഓരോരുത്തരെയും മനസ്സിലാക്കാം. ഇപ്പൊ ഗുരുവാണെങ്കിലും, എന്നെ ഗുരുവായിട്ട് എടുക്കുന്ന ആളുകൾ കളരി പഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിലും എന്റെ ഡ്രസ് കോഡ് കണ്ടിട്ടും പലതും മനസ്സിലാക്കാം. ഇതൊക്കെ ഞാനിത് വളരെ ലൂസായിട്ട് പറയുന്നത്. ഇത് ജി ഷോക്ക് വാച്ച്, ഇതുപോലെ 3-4 ജി ഷോക്ക് വാച്ച് ഉണ്ട് ഇവിടെ. ജി ഷോക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ചൊവ്വയുടെ കാരകത്വമാണ്. ഇത് നിലത്തിട്ട് എറിഞ്ഞാലും പൊട്ടത്തില്ല ജി ഷോക്ക്. എന്നാൽ വ്യാഴത്തിന്റെ കാരകത്തുള്ള, ചൊവ്വ പ്ലസ് വ്യാഴത്തിന്റെ കാരകത്തുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാച്ച്, ഇത് ശുക്രന്റെ കാരകത്വം, ശുക്രൻ പ്ലസ് ചൊവ്വയായിട്ടുള്ളത്. ഇത് എല്ലാം സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കാരകത്വം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യോത്സ്യന്മാരാണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു ക്യാമറ ആവട്ടെ, എന്തെങ്കിലും ഒരു കാറിന്റെ കളറാവട്ടെ, ഡ്രസ്സിന്റെ കളറാവട്ടെ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാത്തവര് അവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ജ്യോതിഷം അല്ലാന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിൻ്റെതായ ഒരു ഭാഷയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് എല്ലായിടത്തും ശരിയായിക്കൊള്ളണം എന്ന് വാശി പിടിക്കുന്നില്ല ഞാൻ.
ജ്യോതിഷത്തിൻ്റെതായ ഒരു ഭാഷയിലും ഈ ബോഡി ലാംഗ്വേജും മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ സൂര്യന്റെ കാരകത്വം എടുത്തണിയുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ പരുത്തി വസ്ത്രങ്ങള്, ഖദർ പോലുള്ള വസ്ത്രങ്ങളൊക്കെ അണിയുന്നവര് അത് സൂര്യന്റെ വസ്ത്രമാണ്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പോ അതിന് ശ്ലോകമുണ്ട്. ശ്ലോകമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. വസ്ത്രം സ്ഥൂലം അഭുക്തം അഗ്നികഹതം എന്ന് പറയുമ്പോൾ സ്ഥൂലമായിട്ടുള്ള പരുത്തി വസ്ത്രങ്ങളൊക്കെ എടുത്തണിയുന്നവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഇടപാടുള്ളവരായിരിക്കും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളത് പ്രാക്ടിക്കലി? അതേപോലെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ വസ്ത്രമാണ്, ഏത് യൂണിഫോം ആണെങ്കിലും. അപ്പൊ അത് ചൊവ്വയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത്തരത്തില് നമുക്ക് ഓരോന്നിൽ നിന്നും മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇതായിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഏതിന്റെ കാരകത്വമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതിന്റെ കാരകത്വമുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ. അപ്പൊ ഒരു ഡീപ്പായിട്ടുള്ള അനാലിസിസ് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, ജ്യോതിഷം എന്നത് പഴയ സൈക്കോളജിയും ഫിലോസഫിയും ഉള്ളത് ജ്യോതിഷത്തിലായിരുന്നുവെന്ന്. നമ്മുടെ ഇന്ത്യൻ സൈക്കോളജിയും ഇന്ത്യൻ ഫിലോസഫിയും നോക്കണമെങ്കിൽ ജ്യോതിഷം പഠിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. കാരണം ട്രേറ്റ് തിയറികളൊക്കെ ഞാൻ അസ്ട്രോളജി പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ള പല ലക്ഷണങ്ങളും സ്വഭാവ സവിശേഷതകളും സൈക്കോളജി പഠിച്ചപ്പോഴും ട്രേറ്റ് തിയറിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ കാരകത്വത്തിൽ നിന്ന് ആളെ അറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതിൽ നിന്നും, പല ഏമാറ്റങ്ങളിൽ നിന്നും, പല പറ്റിപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പോൾ ഒരാളുടെ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, ഡ്രസ് കോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ മിനിങ്ങി അടിപൊളിയായിട്ട് ഇപ്പോൾ നടക്കുന്ന അവരെന്തെങ്കിലും ശ്രദ്ധിച്ചോ? എപ്പോഴും ബ്യൂട്ടി ആയിട്ട് സ്കിൻ കെയർ മറ്റേ അത് ഓവർ പുട്ടി ഒക്കെ ഇട്ട് നടക്കുന്ന പെൺപിള്ളേരായാലും ആൺപിള്ളേരെ ആണെങ്കിൽ വിചാരിച്ചോ ശുക്രന്റെ കാരകത്വം. ശുക്രൻ പിഴച്ചു നിൽക്കാനും സാധ്യതയുണ്ട്. പിഴച്ച ശുക്രൻ വഴി പിഴച്ചു പോകാനും സാധ്യത വരും. അപ്പൊ ഇത്തരത്തില് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ശുക്രന്റെ കാരകത്വം എടുത്ത് പറഞ്ഞെന്നുള്ളൂ. എല്ലാ കാര്യത്തിലും ഒരുവന്റെ വസ്ത്രം ഇതും എല്ലാം നമ്മൾ ഗ്രഹമായിട്ട് കാണണം. ജ്യോതിഷികൾ ഗ്രഹമായിട്ട് നിങ്ങളപ്പോ എന്തിനെ കാണാൻ ആരംഭിക്കുന്നുവോ നിങ്ങൾക്ക് ജ്യോതിഷം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓരോ ഗ്രഹത്തിന്റെയും നിങ്ങൾ പഠിച്ച ഹോരാശാസ്ത്രത്തിൽ പഠിച്ച കാരകത്വവും കൂടി കണക്ട് ചെയ്താൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓരോന്നും നിറം ആണെങ്കിൽ നിറം വെച്ചിട്ടും രൂപം വെച്ചിട്ടും ഓരോരോ സാധനങ്ങളും. ഞാനൊക്കെ ഈ റിസ്റ്റ് വാച്ചിനെ കുറിച്ചൊക്കെ കുറെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. കുറെ സ്റ്റഡി നടത്തുകയും ചില ആളുകൾ ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ പോയി ചില കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൺലൈനിലൂടെയൊക്കെ. അത് ശരിയാണോന്ന് അറിയാനായിട്ട് വർഷങ്ങൾ ഇത് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള വാച്ചുകൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. പല ഡ്രസ്സിന്റെ കളറാണെങ്കിലും ശ്രദ്ധിക്കുമായിരുന്നു, ഗുണമുണ്ടോ ഇവർ പറയണ. അപ്പൊ എന്റേതായിട്ടുള്ള കുറെ മാനങ്ങൾ, കുറെ ഐഡിയാസ് ഞാൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയൊക്കെ വീഡിയോസ് ഇടാം. കുറച്ച് സമയവും കുറച്ച് പണവും ഒക്കെ ചെലവഴിച്ച് പഠിച്ച പല കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഈ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെയാണ് ചെയ്തത്. അപ്പൊ പറഞ്ഞു വന്നാൽ ഇത്രേ ഉള്ളൂ. കാരകത്വം നോക്കുക. ആളുകളായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവൻ എന്തിന്റെ കാരകത്വമുള്ള ആളാണെന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ചും അകന്ന് നിൽക്കേണ്ടത് ശനിയുടെ കാരകത്വം. പിഴച്ച കേതു, പിഴച്ച എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റോങ് ഇതല്ല, ഗ്രഹപ്പിഴ എന്ന് പറയില്ലേ, റോങ്. അതായത് ആ കേതു നിൽക്കുന്ന രാശി നീചര, കേതുവിനും ഉണ്ട് ഉച്ച നീചമൊക്കെ, ചീത്ത ഗ്രഹങ്ങളോട് കൂടി നിൽക്കുക ഈ ഛായാഗ്രഹങ്ങൾക്ക്. മറ്റുള്ളവർക്ക് ബലമില്ലാതെ നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് നിൽക്കുന്ന അവസ്ഥ പിഴച്ചെന്ന് പറയും. ഇപ്പൊ പിഴച്ച ശുക്രൻ രാഹു പിഴച്ചു പോയ പ്രശ്നമാണ്, സർപ്പി പിഴച്ച പ്രശ്നമാണ്. കേതു രാഹു, സർപ്പി എന്ന് പറഞ്ഞാൽ രാഹു, ശിഖി എന്ന് പറഞ്ഞാൽ കേതു, ഇതൊക്കെ പിഴച്ചു പോയാൽ പ്രശ്നമാണ്. ഏത് ഗ്രഹപ്പിഴയാണെങ്കിലും കുഴപ്പമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ ചെന്ന് പെട്ട് കൊടുക്കാൻ സാധ്യത ഉള്ള ഇതിലാണെന്നറിയാവോ? ശുക്രൻ പഴച്ചാൽ നമ്മൾ ചെന്ന് പെടും അവരില്. കാരണം ശുക്രന്റെ മോട്ടീവ് പലതും ആയിരിക്കും. നമുക്ക് എന്താണ് ചിന്തിക്കണേന്ന് അറിയാൻ പറ്റില്ല. ഡ്രസ് കോഡിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പലപ്പോഴും പല ആളുകളും ചെന്ന് പെടുന്നത് ഇതില. പെൺകുട്ടികളാണെങ്കിലും ഡ്രസ്സിന്റെ മിഴിവും വളരെ സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്ന ആൺപിള്ളേരെ കാണുമ്പോഴും, ആൺപിള്ളേരാണെങ്കിൽ മേക്കപ്പ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടന്ന പെൺപിള്ളേരെ കാണുമ്പോഴും താല്പര്യമുണ്ട്. പക്ഷെ അവിടെ ശുക്രൻ ഏത് ലെവലിലാണ്? മേക്കപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ശുക്രനാണ്, ശുക്രൻ്റെതാണ്. ശുക്രൻ പോസിറ്റീവ് ആയിരിക്കും ആ ജാതകത്തിൽ, നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് നോട്ടത്തിൽ തന്നെ കണ്ടറിയാൻ പറ്റും.
ശുക്രൻ പഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് പോക്കാണ്. അതേപോലെ ശുക്രൻ പഴിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യത വരും. ഇതൊക്കെ ഞാൻ ഒത്തിരി അനുഭവങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഇനി വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഈ വക കാര്യങ്ങൾ. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.